Childhoods never last, but everyone deserves one. ഇത് വെൻഡി ഡേലിൻ്റെ അതിപ്രസക്തമായിട്ടുള്ള ഒരു കോട്ടാണ്. നമ്മളുടെ ജീവിതത്തിലെ മാറി മാറി വരുന്ന കാലഘട്ടങ്ങൾ, ചൈൽഡ്ഹുഡ്, അതിനൊക്കെ ദൈർഘ്യങ്ങൾ വളരെ കുറവാണ്. പക്ഷെ ജീവിതത്തിൽ വളരെ ആസ്വാദികരമാക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മളുടെ ബാല്യകാലം എന്നുള്ളത്. അത് ജീവിതത്തിൽ എല്ലാവരും ഒരിക്കലെങ്കിലും അർഹിക്കുന്ന ഒരു കാലഘട്ടമാണ് ചൈൽഡ്ഹുഡ്, നമ്മളുടെ ബാല്യകാലം എന്നുള്ളത്, നമ്മളുടെ മനോഹരമായിട്ടുള്ള ബാല്യകാലം. നമസ്കാരം, ഞാൻ അക്സ ക്രിസ്റ്റഫർ, സെന്റ് പീറ്റേഴ്സ് BEd ട്രെയിനിങ് കോളേജ് കോലഞ്ചേരി സെക്കൻഡ് ഇയർ BEd വിദ്യാർത്ഥിനിയാണ്. നമ്മളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാലഘട്ടമാണ്. എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും അതെൻ്റെ ബാല്യകാലമായിരുന്നു, എൻ്റെ ചൈൽഡ്ഹുഡ്. ഞാൻ അവിടെ എൻ്റെ കൂട്ടുകാരുമൊത്ത് കളിച്ചും ചിരിച്ചും സന്തോഷിച്ചും ഒക്കെ നടന്നിരുന്നു. യാതൊരു ആകുലതകളോ യാതൊരു ചിന്തകളോ യാതൊരു ഭീതിയോ ഒന്നുമില്ലാതെ മാതാപിതാക്കളുടെയും കുടുംബാംഗങ്ങളുടെയും സമൂഹത്തിൻ്റെയും സംരക്ഷണയിൽ കഴിഞ്ഞിരുന്ന ആ മനോഹരമായ കാലഘട്ടം. ഞാനും വിചാരിച്ചിരുന്നത് എല്ലാവരും എന്നെപ്പോലെ എല്ലായിടത്തും സുരക്ഷിതർ ആയിരുന്നു എന്നാണ്. പക്ഷേ അതങ്ങനെ ആയിരുന്നില്ല. മാറി മാറി വരുന്ന പത്രവാർത്തകളുടെ തലക്കെട്ടുകളിലൂടെയും വാർത്താ മാധ്യമങ്ങളിലൂടെയുള്ള വാർത്തകളിലൂടെയും എനിക്ക് മനസ്സിലായി എല്ലായിടത്തും എല്ലാവരും സുരക്ഷിതർ അല്ലായിരുന്നു. നിർഭാഗ്യവശാൽ പല കുട്ടികളുടെയും ബാല്യവും കൗമാരവും ആസ്വാദികരമല്ലായിരുന്നു. കളിയോ ചിരിയോ ഒന്നും നിറഞ്ഞത് അല്ലായിരുന്നു. മറിച്ച് അവരെ പല വിധത്തിൽ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കുകയും ലൈംഗികമായിട്ട് അവരെ ഉപദ്രവിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയായിരുന്നു. അവരുടെ ജീവിതം കളിയോ ചിരിയോ തമാശകളോ ഒന്നുമില്ലാതെ, ആസ്വാദനമൊന്നുമില്ലാതെ, സംശയത്തിൻ്റെയും വിശ്വാസമില്ലായ്മയുടെയും ഭീഷണിയുടെയും ഒരു ചുമരിനുള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന അവസ്ഥയാണ്. ഇത്തരത്തിൽ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങളെ തടയുവാനും കുറ്റവാളികൾക്ക് തക്കതായ ശിക്ഷ നൽകുവാനുമായി നവംബർ 14, 2012 നമ്മളുടെ നിയമസംഹിത പുതിയൊരു നിയമത്തിന് രൂപം നൽകി. പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ്, പോക്സോ ആക്ട് 2012. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഇന്ത്യയിലാകെ ഫയൽ ചെയ്യപ്പെട്ടിരിക്കുന്ന പോക്സോ കേസുകളുടെ എണ്ണം 2021 71%, 2022 88%, 2023 90%, 2024 87%. 2025 കേരളത്തിൽ മാത്രം 4753 കേസുകളാണ് ഫയൽ ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ജില്ല മലപ്പുറം, 464 കേസുകൾ. രണ്ടാമതായി തിരുവനന്തപുരം റൂറൽ, 458 കേസുകൾ. എന്താണ് പോക്സോ ആക്ട് എന്നും അതിൻ്റെ വിവിധ നിയമവശങ്ങളെക്കുറിച്ചും കൂടുതൽ അറിയുവാനുമായി നമ്മൾ അഡ്വക്കേറ്റ് അശ്വിൻ പീറ്റർ പത്രോസുമായി ഒരു അഭിമുഖത്തിലേക്ക് കടക്കുന്നു. ഇന്ന് നമ്മൾ പോക്സോ കേസ് എന്താണെന്നും അതിൻ്റെ നടപടികളെക്കുറിച്ചും കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് അഡ്വക്കേറ്റ് അശ്വിൻ പീറ്റർ പത്രോസുമായിട്ടുള്ള അഭിമുഖത്തിലേക്ക് കടക്കുകയാണ്. ഗുഡ് ഈവനിങ് സർ. എന്താണ് പോക്സോ ആക്ട്? അതുവഴി ആർക്കൊക്കെ എന്തെല്ലാം സംരക്ഷണമാണ് ലഭിക്കുന്നത്? ഈ പോക്സോ ആക്ട് എന്ന് പറയുമ്പോൾ തന്നെ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ആണായാലോ പെണ്ണായാലോ അവർക്ക് നമ്മുടെ സെക്ഷൽ ഹറാസ്മെൻറ്റ്സ്, അതുപോലെ തന്നെ അവർക്കുള്ള ഫുൾ പ്രൊട്ടക്ഷനാണ് നമ്മൾ നിലവിൽ ഒരു പ്രൊട്ടക്ഷൻ നൽകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് നേരെയുള്ള ഒഫൻസസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതൽ നോക്കി കണ്ട് അതിന് കറക്റ്റായിട്ടുള്ള പണിഷ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു ഇതാണ് ആക്ടാണ് പോക്സോ. അത് ആയിട്ടുള്ള എല്ലാ കുട്ടികൾക്കും പോക്സോ കേസുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ നമ്മൾ എങ്ങനെയാണ് അവ കൈകാര്യം ചെയ്യേണ്ടത്? ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ. ഇത് ഒരു പരിധി വരെ ആളുകൾക്ക് അറിയാത്തൊരു കാര്യമാണ്. നമുക്ക് സാധാരണ നമ്മളൊരു കേസ് ഹാൻഡിൽ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കും. സ്റ്റേഷനിൽ പരാതി കൊടുത്തു കഴിഞ്ഞാൽ അവരപ്പം തന്നെ FIR ഇടും. അല്ലെങ്കിൽ നമുക്ക് ചൈൽഡ് കമ്മീഷൻ ഉണ്ട്. ചൈൽഡ് കമ്മീഷനൊക്കെ ഭയങ്കര ആക്റ്റീവായിട്ട് നിൽക്കുന്നതാണ്. അവർക്ക് നമ്മൾ കംപ്ലയിൻറ്റ് കൊടുക്കാം. ഇങ്ങനെയൊക്കെ രീതി അത് അവർക്ക് തന്നെ കാണുന്നില്ല. ഇപ്പോൾ നമ്മുടെ അപ്പുറത്തൊരു കൊച്ചിനെ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്, അവരുടെ വീട്ടുകാരെ തല്ലുകയാണ്, അല്ലെങ്കിൽ അവരെ വീട്ടുകാർ ടോർച്ചർ ചെയ്യണമെങ്കിൽ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ പോലും നമുക്കിതൊരു കംപ്ലയിൻ്റ് ആയിട്ട് കൊടുക്കാം. ഈ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് ആക്ട് പ്രകാരം കാര്യങ്ങളൊക്കെ സ്പീഡിയായിട്ട് കാര്യങ്ങൾ നടക്കും.
അപ്പോൾ ഇതുപോലെയുള്ള കേസുകൾ സാർ കൈകാര്യം ചെയ്തിട്ടുണ്ടോ? ഞാനൊരു ഇന്റേൺഷിപ്പിന് പോയപ്പോൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരു സ്കൂൾ ഇതിൽ പോക്സോ ആക്ട് കൊണ്ട് നമുക്ക് ഗുണങ്ങളുണ്ട് ദോഷങ്ങളുണ്ട്. ഇപ്പോൾ എന്തൊരു വിഷയം ഉണ്ടെങ്കിലും, ഇപ്പോൾ ഒരു രണ്ട് നെയ്ബേഴ്സ് തമ്മിലൊരു പ്രശ്നം ഉണ്ടെങ്കിൽ, അവിടെ ഒരു കുട്ടി ഉണ്ടെങ്കിൽ കുട്ടിയുടെ പേരിൽ കുട്ടീനെ പീഡിപ്പിച്ചു എന്നോ അങ്ങനെ എങ്ങനെയും പറഞ്ഞ് പോക്സോ അടിച്ചു കൊടുക്കും. അപ്പോൾ ഇതിനെ മിസ്യൂസ് ചെയ്യുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. പക്ഷേ ഇതൊരിക്കലും കളയാൻ പറ്റില്ല. ഇതുകൊണ്ട് കാര്യം ഗുണങ്ങളുണ്ട് നമ്മുടെ നാട്ടിലെ എല്ലാ കുട്ടികൾക്കും. കാര്യം പണ്ടത്തെ കാലഘട്ടത്തിൽ തന്നെയാണെങ്കിൽ പോലും ഒരു 4-5 വയസ്സുള്ള പെൺകുഞ്ഞുങ്ങളെ പല രീതിയിലും ആളുകൾ അബ്യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊന്നും ആർക്കും അറിയില്ല. കാര്യം അവരവരുടെ പേരൻസിനോടൊന്നും പറയില്ലായിരുന്നു. ഇതുകൊണ്ട് ഗുണങ്ങളാണ് നമുക്കുള്ളത്. ഗുണങ്ങളാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ പലരും പുറത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പം ഏതെങ്കിലും നാണക്കേട് കൊണ്ടായിരിക്കാം. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള കുട്ടികളെ മനസ്സിലാക്കുവാൻ, അത് ഇങ്ങനെ ഉള്ള ഒരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത് മനസ്സിലാക്കുവാൻ നമ്മൾക്ക് എങ്ങനെയാണ് ഇത് മനസ്സിലാക്കുന്നത്? പ്രോപ്പർ എഡ്യൂക്കേഷൻ ആണ് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പോൾ സെക്സ് എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഇപ്പോൾ നമ്മുടെ ഒരു സമൂഹത്തിൽ മാറിയപ്പോൾ പിള്ളേർക്ക് കറക്റ്റായിട്ട് ബാഡ് ടച്ച് ഉണ്ടാവുക, ഗുഡ് ടച്ച് ഉണ്ടാവുക എന്നുള്ളൊരു കറക്റ്റായിട്ടുള്ളൊരു ഇത് നമ്മുടെ ഒരു ഇപ്പം തന്നെ സ്കൂളുകളിലൊക്കെ മെയിനായിട്ട് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ കറക്റ്റായിട്ട് അത് ഇത് ചെയ്യുക. അതുപോലെ തന്നെ മറ്റേ നമ്മുടെ പേരൻസും കുട്ടികളും തമ്മിലുള്ള ഇൻട്രാക്ഷൻസ് കൂട്ടുക. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് കുറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മളൊരു ഫ്രണ്ടായിട്ട് അവർ കൺസിഡർ ചെയ്താൽ തന്നെ നമ്മളോട് കൂടുതൽ കാര്യങ്ങൾ ഓപ്പണായിട്ട് പറയുക, ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ ഈ പിള്ളേർക്ക് പേടിയാണ് സാധാരണ വേണ്ടത്. പിന്നെ ഇപ്പോഴത്തെ പേരൻസ് എന്ന് പറഞ്ഞാലും ഒരു കൊച്ചിനിങ്ങനെ ഒരു വരുമ്പോൾ പരാതി കൊടുക്കാൻ തയ്യാറാണ്. പണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമല്ല, അയ്യോ ആളുകൾ അറിയും ബുദ്ധിമുട്ടാണെന്ന് പറയും. പക്ഷെ ഇങ്ങനെയല്ല. ഇപ്പോൾ പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഒരു 18 വയസ്സിന് താഴെയുള്ള ഒരു കൊച്ചിൻ്റെ പേരിൽ കൊച്ചു വിക്ടിമായാലോ അല്ലെങ്കിൽ കൊച്ചാണ് കുറ്റക്കാരനാണെങ്കിൽ പോലും ഈ പേര് പുറത്തു പറയാൻ പാടില്ല എന്നൊക്കെ ഉള്ള ഒരു റൂൾ ലോ പ്രകാരം അങ്ങനെയാണ്. അപ്പോൾ അവർക്കുള്ള സീക്രസിയും പ്രൈവസിയും ഒക്കെ മെയിൻറ്റൈനബിളാണ്. അപ്പോൾ നമ്മളിങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഇതിൻ്റെ പണിഷ്മെൻറ്റ്സ് അല്ലെങ്കിൽ നമ്മളിത് കേസ് ചാർജ് ചെയ്ത് അതിന് കറക്റ്റായിട്ടുള്ള ഫോർമൽ വേയിൽ പോകണം. അപ്പോൾ ഈ കുട്ടികളും മാതാപിതാക്കളും ഈ പോക്സോ ആക്ട് അല്ലെങ്കിൽ പോക്സോ എന്താണോ അതിനെക്കുറിച്ച് അവബോധരാണോ? അപ്പോൾ അവരങ്ങനെ അല്ല എങ്കിൽ അവരങ്ങനെ അവബോധരാക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇതിപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ സ്കൂളിൽ തന്നെയാണ് കാര്യം വരുന്നത്. വെച്ച് കഴിഞ്ഞാൽ ഒരു ടീച്ചറാണെങ്കിലും ഒരു സാറാണെങ്കിലും ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അതുപോലെ ഞാൻ പറഞ്ഞില്ലേ, ടീച്ചേഴ്സ് ഇൻട്രാക്ഷൻസ് കൂട്ടുക. നമ്മൾ ഒരു പേരൻസിനേക്കാളും കൂടുതൽ ലൈഫിൽ ഒരു കൊച്ചിൻ്റെ കൂടുതൽ നമ്മൾ മിങ്കിൾ ആവുന്ന ടീച്ചേഴ്സാണ്. കാര്യം ഒരു പീരീഡിൽ അത്ര നേരം ഇരിക്കുമ്പോൾ ആ കൊച്ചിൻ്റെ ഒരു ബോഡി ലാംഗ്വേജും ആ കൊച്ചിൻ്റെ ഇമോഷൻസും വെച്ച് നമുക്ക് മനസ്സിലാക്കും ചോക്കെയാണോ അല്ലയോ. അങ്ങനെയുള്ളവർ കൂടുതൽ ഇൻട്രാക്ട് ചെയ്യുക, കൂടുതൽ സംസാരിക്കുക. പിന്നെ അതുപോലെ തന്നെ പ്രോപ്പർ സിസ്റ്റം പ്രകാരമുള്ള ക്ലാസ്സസ് അല്ലേ നമ്മൾ എഡ്യൂക്കേഷൻ പ്രകാരമായിട്ടുള്ള ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ബാഡ് ടച്ച് ഗുഡ് ടച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. പിന്നെ ഇവർക്ക് ഇതിങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇതിനെ എതിർക്കാനുള്ള ധൈര്യം കൊടുക്കുക, അതാണ് വേണ്ടത്. ഇന്നത്തെ കാലത്ത് പോക്സോ ആക്ടിന്റെ പ്രസക്തി എന്താണ്? പോക്സോ ആക്ട് ഭയങ്കര പ്രസക്തിയുള്ള കാര്യമാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഇന്ത്യയിലെ ലീഗൽ സിസ്റ്റം നമ്മൾ ഭയങ്കര കറക്റ്റായിട്ടും പ്രോപ്പർ സിസ്റ്റമാറ്റിക് വേയിലാണ് പോകണമെങ്കിൽ പോലും നമുക്ക് കേസസ് ഭയങ്കര ഓവറാണ്. കോടതിക്ക് ഓൾറെഡി ബേർഡൻസ് കൂടുക. അപ്പോൾ പക്ഷേ അങ്ങനെ ഇപ്പോൾ ഒരു സിവിൽ കേസ് ഹാൻഡിൽ ചെയ്യേണ്ട ഒരു രീതിയിലല്ല നമ്മൾ ഒരു പോക്സോ കാര്യങ്ങളോ നോക്കും. കാര്യം ഇതിനൊക്കെ നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കണം. അതാണ് പല ആക്ടുകളും വരുന്നത്. നമ്മൾ ഇതിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുക. പോക്സോ ആക്ട് പ്രകാരം നമുക്ക് ഫാസ്റ്റായിട്ട് റെമഡി കിട്ടാനും സ്പീഡി റിലീഫ് കിട്ടാനും ഒക്കെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആക്ടാണ്. പിന്നെ അതുപോലെ ഇതൊക്കെ കാര്യം ഒരു സമൂഹം ചലിക്കുന്നത് കുട്ടികളിലൂടെയാണെന്നല്ല പറയണത്. അപ്പോൾ ഇവരുടെ കാര്യങ്ങൾ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്തേ പറ്റും. അപ്പോൾ അതിന് അവർക്കുള്ള ഹറാസ്മെന്റ്സും അബ്യൂസിങ്ങും ഒക്കെ നമ്മൾ നോക്കി കണ്ട് കറക്റ്റായിട്ട് ചെയ്യണം. അതുതന്നെയാണ്. ഇപ്പോൾ പോക്സോ കേസിൽ ശിക്ഷിക്കപ്പെടുന്ന ഒരു പ്രതിക്ക് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ എന്താണ്? മാക്സിമം ഡെത്ത് പെനാൽറ്റി വരെ കൊടുക്കാൻ നമുക്ക്. ഈ പോക്സോ ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോക്സോ ആക്ട് നേരത്തെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ ജാമ്യം ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് 1-2 കേസുകളിൽ ജാമ്യം കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്താൽ നേരെ ജാമ്യമില്ല, നേരെ റിമാൻഡിലേക്ക് പോവാണ്. അത്രയും വലിയൊരു രീതിയിലാണ് കേസിന്റെ ഗ്രാവിറ്റി ഭയങ്കര കൂടുതലായിട്ടുള്ള കേസാണ് പോക്സോ. ഇപ്പോൾ പോക്സോ കേസ് വഴി പോക്സോ കേസ് പെട്ട ഒരു വ്യക്തി അവർക്ക് ലഭിക്കുന്ന പ്രൊട്ടക്ഷൻ ആൻഡ് പ്രൊവിഷൻ എന്തൊക്കെ ആനുകൂല്യം എന്തൊക്കെ സംരക്ഷണമായിരിക്കും ആ ഒരു അവർക്ക് ലഭിക്കുന്നത്? ഇപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ ഈ കേസ് നടത്തുന്നത് അവർക്ക് ഒരു ചെലവ് വരുന്നില്ല. കാര്യം കേരള ഗവൺമെന്റ് ആയിരിക്കും അല്ലെങ്കിൽ സ്റ്റേറ്റ് ആയിരിക്കും നമുക്ക് വേണ്ടി വാദിക്കുന്നത്. അതിപ്പോൾ ഏത് ക്രിമിനൽ കേസിലേക്കാണെങ്കിലും അവർക്ക് സ്റ്റേറ്റ് ആയിരിക്കും ഇത് വരുന്നത്. അതിനാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ ഉണ്ടാവും,
നമുക്ക് വേണമെങ്കിൽ വേറൊരാളെ വെച്ച് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ എന്നുള്ള രീതിയിലേക്ക് പറയുന്ന ഒരാളെ അപ്പോയിൻറ്റ് ചെയ്യാനൊക്കെ പറ്റും. പിന്നെ നമുക്ക് എന്തെങ്കിലും രീതിയിലുള്ള മെഡിക്കൽ എക്സ്പെൻസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്റ്റേറ്റ് എടുക്കണം. എന്തെങ്കിലും ഒരു സെക്ഷൽ ഹറാസ്മെൻറ്റോ അങ്ങനെ എന്തെങ്കിലും റേപ്പ് കേസൊക്കെ ആണെങ്കിൽ ഇവർക്ക് വേണ്ട കാര്യങ്ങൾ ഒക്കെ സ്റ്റേറ്റ് തന്നെ ഇത് ചെയ്യും. മെഡിക്കൽ എക്സ്പെൻസ് ഒക്കെ ക്ലെയിം ചെയ്യാൻ പറ്റും. അത്രത്തോളം പ്രൊട്ടക്ഷനും പ്രൊവിഷനും ഉണ്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. സർ, ഞങ്ങളിപ്പോൾ അധ്യാപക വിദ്യാർത്ഥികളാണ്. അപ്പോൾ നാളെ ഞങ്ങളൊരു അധ്യാപികയാകുമ്പോൾ പോക്സോ ആക്ടിന് സംബന്ധമായ കേസുകൾ, അങ്ങനെയുള്ള കേസുകൾ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടാൽ സ്വീകരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ, നടപടികൾ എന്തൊക്കെയാണ്? നിങ്ങൾക്ക് 2 ഓപ്ഷനാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. ഒന്ന് ചൈൽഡ് കമ്മീഷൻ്റെ വിവരം അറിയിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിലാണെങ്കിൽ സ്കൂളിൽ തന്നെ അടുത്തുള്ള നിയറസ്റ്റ് പോലീസ് സ്റ്റേഷൻ അതാണ്, അവിടുത്തെ SHO കാര്യം പറയുക, കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യുക. 2 ഫാസ്റ്റ് റെമഡി എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. അപ്പോൾ പോക്സോ കേസിൽ ഇരയായ ഒരു കുട്ടിയുടെ മൊഴി എങ്ങനെയാണ് രേഖപ്പെടുത്തേണ്ടത്? അത് ആരാണ് രേഖപ്പെടുത്തേണ്ടത്? ശരിക്കും മജിസ്ട്രേറ്റ് ആണ് എടുക്കുന്നത്. പിന്നെ കമ്മീഷനും ഉണ്ട്. ഇതിൻ്റെ ഒരു പറയുവാണെങ്കിൽ ചൈൽഡ് കമ്മീഷൻ ഭയങ്കര ആക്റ്റീവാണ്. ചൈൽഡ് കമ്മീഷനും ഇവർക്ക് ഒരു കോർട്ട് പോലെ തന്നെയാണ് വർക്കിംഗ് ഒക്കെ. അപ്പോൾ അവർക്ക് നമ്മുടെ വിക്ടിംസിൻ്റെ ഐഡൻറ്റിറ്റി പുറത്തു വരാണ്ടിരിക്കാനും, അതുപോലെ തന്നെ ഇത് റെക്കോർഡിംഗ് ആയിരിക്കും, ഈ ക്യാമറ പ്രൊസീഡിങ്സ് ആയിരിക്കും, റെക്കോർഡിംഗ് ആയിരിക്കും. അതുപോലെ തന്നെ അവർക്ക് പ്രൈവസി ഉണ്ടാവും. പിന്നെ പറയുകയാണെങ്കിൽ ഇവർക്ക് കൂടുതൽ പിള്ളേരൊക്കെ ആയതുകൊണ്ട് പിള്ളേർക്കൊക്കെ എപ്പോഴും ഒരു ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് വരും. ഇപ്പോൾ ഒരു ട്രോമയായിട്ടുള്ള ഒരാളാണെങ്കിൽ പെട്ടെന്ന് ഇതാവും. അവർക്ക് ഒരു കംഫോർട്ടായിട്ടുള്ള ഒരു ഗാർഡിയനെയോ പേരൻ്റ് കൂടെ ഉണ്ടാവും. പിന്നെ അവർക്ക് ഒരു സേഫായി അല്ലെങ്കിൽ ഒരു കാം അറ്റ്മോസ്ഫിയറോ അല്ലെങ്കിൽ കാം എൻവയോൺമെൻറ്റ് ആയി കഴിഞ്ഞാൽ മാത്രമാണ് ചെയ്യുന്നത്. തികച്ചും സുരക്ഷിതമായിട്ടുള്ള, തികച്ചും അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലാണ് അവരുടെ മൊഴികൾ രേഖപ്പെടുത്തുക എല്ലാം ചെയ്യുന്നത്. സർ, അവസാനമായിട്ട് ഒരു ചോദ്യം കൂടെ. കുട്ടികൾ പോക്സോ പോലുള്ള കേസിൽ പെടാതിരിക്കുവാൻ, അല്ലെങ്കിൽ അവർ ഇതുപോലുള്ള കാര്യങ്ങളെ കുറിച്ച് അവബോധരാക്കുവാനായിട്ട് നമ്മുടെ പാരൻസ്, ടീച്ചേഴ്സ്, സമൂഹം സ്വീകരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അവരെ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുക? അത് എഡ്യൂക്കേഷൻ പ്രോപ്പർ വേയിൽ കറക്റ്റ് കൊടുക്കുക എന്നല്ലാതെ വേറെ വഴികളില്ല. അവയർനെസ് ക്ലാസ്സുകൾ നൽകുക, അതുപോലെ പ്രോപ്പർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെയും സിലബസിലൊക്കെ കൂടുതൽ, എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു സിലബസിലൊക്കെ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യും. അപ്പോൾ നമുക്ക് ഓരോ സബ്ജക്ട്സ് പഠിക്കാറുണ്ട്, ഇഷ്ടംപോലെ മൊഡ്യൂൾസും കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ അകത്ത് ബേസിക്സ് ആയിട്ടുള്ള സാധനങ്ങൾ പഠിപ്പിക്കുക. എന്നാലും കുറേ CBSEയിലൊക്കെ ഉണ്ടെന്ന് തന്നെ എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ കറക്റ്റ് ഞാൻ ആദ്യം പറഞ്ഞ ഗുഡ് ടച്ച്, ബാഡ് ടച്ച്, അതുപോലെ നമുക്കെതിരുള്ള നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എല്ലാവരെയും അറിയിക്കുക. നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ നമുക്കൊന്നും നമ്മുടെ അവകാശത്തിനെ കുറിച്ച് അറിയില്ല. അപ്പോൾ നമ്മളൊരു സ്കൂളിലൊക്കെ ഒരു മുടി വെട്ടാനും അതുപോലെ നമ്മളെ ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ നമ്മളെ ക്ലാസ്സിൽ പോലും കയറ്റാത്ത അവസ്ഥകളുണ്ട്. സ്കൂളിലൊക്കെ ഒരു ഡെക്കോർ ഉണ്ടാവും, പക്ഷേ നമ്മുടെ മുടി ഇതൊക്കെ നമ്മുടെ സ്വാതന്ത്ര്യമാണ്, ഇതൊന്നും ആർക്കും അറിയില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രോപ്പർ എഡ്യൂക്കേഷൻ കൊടുക്കുക, അവർക്ക് അവരുടെ റൈറ്റ്. നമ്മൾ എന്ത് പറഞ്ഞാലും എല്ലാം എന്തിൻ്റെ അടിയിലാണ്? ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അടിയിലാണ്. അതെ, ഈ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം നമുക്ക് നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉണ്ട്. ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ട സ്വാതന്ത്ര്യം. അപ്പോൾ അതിനെക്കുറിച്ച് കറക്റ്റായിട്ടുള്ള അവയർനെസ് കൊടുക്കുക. അത് വിദ്യാർത്ഥികൾക്കും എല്ലാ കുട്ടികൾക്കും കൊടുക്കുക. കാര്യം ഇവരൊക്കെ ഉണ്ടെങ്കിലാണ് നാളെ നമ്മുടെ നാട് നല്ലൊരു രീതിയിലേക്ക് പോകും. അതെ. അപ്പോൾ താങ്ക് യു സോ മച്ച് അഡ്വക്കേറ്റ്. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പം നല്ല കാര്യങ്ങൾ ഷെയർ ചെയ്തതിന്. എന്താണ് പോക്സോ ആക്ട് എന്നും അതിൻ്റെ നിയമ നടപടികൾ എന്താണെന്നും അതിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് ഞങ്ങളെ അവബോധരാക്കിയതിന് താങ്ക് യു സോ മച്ച്. ഈ ഒരു അഭിമുഖത്തിലൂടെ നമുക്ക് എന്താണ് പോക്സോ ആക്ട് എന്നും അതിൻ്റെ വിവിധ നിയമവശങ്ങളെക്കുറിച്ചും മനസ്സിലാക്കുവാൻ സാധിച്ചു. അത് ഇരയ്ക്ക് നൽകുന്ന സംരക്ഷണവും ആനുകൂല്യവും എന്താണെന്നും അതോടൊപ്പം തന്നെ പ്രതികൾക്ക് നൽകുന്ന ശിക്ഷയും എത്രത്തോളമാണെന്നും നമുക്ക് അറിയുവാൻ സാധിച്ചു. ഒരു സമൂഹം എന്ന നിലയ്ക്ക് പോക്സോ ആക്ടിന്റെ പ്രാധാന്യത എത്രത്തോളമാണെന്നും അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യകതയെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇത് നമ്മളുടെ ഉത്തരവാദിത്തമാണ്. നമ്മളുടെ മുമ്പിലുള്ള ഓരോ കുഞ്ഞുങ്ങളുടെയും ബാല്യവും കൗമാരവും സംരക്ഷിക്കുക എന്നുള്ളത്. പോക്സോ ആക്ടിനെ കുറിച്ചും അവരുടെ ഓരോ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചും അവബോധരാക്കുവാൻ നമ്മൾക്ക് സാധിക്കട്ടെ. അതിനെ നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. താങ്ക് യു.